ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മന്ത്രി MP രാജേഷ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ മുൻ MLA അനിൽ അക്കര പോലീസിൽ പരാതി നൽകി. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷ് വിവരം പറയുന്നത്? ഇത് കഴിഞ്ഞ പഞ്ചായത്ത് വർഷം ഇതേ ആരോപണം ഉന്നയിച്ചു CPMന്റെ ലോക്കൽ ആളുകൾ. മാറി മാറി വരുന്ന ആളുകൾ ഇത് അങ്ങനെ ഉന്നയിച്ചുകൊണ്ട് പോവുകയാണ്. ഇനി എനിക്കതങ്ങനെ തമാശ രൂപത്തിൽ എഴുതി തള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഇന്ന് പെരാമ്പലം സർക്കിൾ ഇൻസ്പെക്ടർ ഞാൻ ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. MP രാജേഷിനെതിരായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം, അദ്ദേഹത്തെ നിയമപരമായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്ന് പരാതി കൊടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ നടപടികളുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ ഇനി ആളുകളെ ഇത്തരത്തിൽ പറഞ്ഞു പറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രാജേഷ് ചെയ്യേണ്ട കാര്യം ഈ ഫ്ലാറ്റ് എങ്ങനെ പണിയാം, അതിന് ഞാൻ എന്ത് തടസ്സമാണ്, ആ തടസ്സം ഇപ്പുറത്തോ അപ്പുറത്തോ ഇരുന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് ആ കുരുക്കഴിച്ച് തരാൻ തയ്യാറാണ്. ഇപ്പം രാജേഷിൻ്റെ വകുപ്പ് ഒന്നുകൂടി ശ്രദ്ധിക്കണം. എങ്ങനെയാണ് എലപ്പുള്ളി പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഡ്രീം പ്രോജക്റ്റ്, ആ ഡ്രീം പ്രോജക്റ്റായ ബ്രൂവറി എങ്ങനെയാണ്, ഏത് നിയമക്കുരുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തത്വത്തിൽ അംഗീകാരം നൽകിയത്, റദ്ദ് ചെയ്തത്? അദ്ദേഹത്തിന് വെപ്രാളാണ്. ഈ വടക്കാഞ്ചേരിയിലെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നഷ്ടമുണ്ടായതാർക്കാണ്? CPM നേതൃത്വത്തിനാണ്. എലപ്പുള്ളിയിൽ CPM നേതൃത്വത്തിനല്ല നഷ്ടമുണ്ടായത്, പാർട്ടിക്കാർ പോലും അറിഞ്ഞിട്ടില്ല ആ പ്രദേശത്ത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ മുൻ MLA അനിൽ അക്കര പോലീസിൽ പരാതി നൽകി. ലൈഫ് മിഷൻ പദ്ധതി മുടങ്ങിക്കിടക്കുന്നത് അനിൽ അക്കര ഉണ്ടാക്കിയ നിയമക്കുരുക്ക് കാരണമാണെന്ന മന്ത്രിയുടെ ആരോപണം ജനവികാരം തനിക്കെതിരെ തിരിച്ചുവിടാനുള്ള ആസൂത്രിത നീക്കമാണെന്ന് അനിൽ അക്കര പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു പിന്നിൽ CPMന്റെ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്നും മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയിൽ നിയമക്കുരുക്കുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും ഈ വിഷയത്തിൽ പരസ്യമായി സംവാദത്തിന് താൻ തയ്യാറാണെന്നും അനിൽ അക്കര വെല്ലുവിളിച്ചു. വടക്കാഞ്ചേരിയിലെ സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് CCV.